ഇതൊരു ബഡ്ജറ്റ് PC ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 40,000 പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന. ക്ലയന്റിന്റെ റിക്വയർമെന്റും അങ്ങനെയായിരുന്നു. ബഡ്ജറ്റ് 40,000, ഇന്റൽ ബേസ്ഡ് ബിൽഡ് ആണ് ചോദിച്ചത്. ആൻഡ് ഓൾസോ DDR5 പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓൾദോ ഇതിൽ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് ഒന്നും നോക്കുന്നില്ല. ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് ഒന്നും ഹെവിലി ഇല്ല. കാഷ്വൽ ഗെയിമിങ്ങിനാണ്, എന്റർടൈൻമെന്റ് പർപ്പസ് ആൻഡ് ബേസിക് വർക്ക്സിന് വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും ക്ലയന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റൽ ബേസ്ഡ് DDR5 സ്പെക് ആണ് 40,000 റേഞ്ചിൽ. അത്യാവശ്യം പ്രൈസ് ടു പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിൽഡ് തന്നെയാണിത്. സോ ബഡ്ജറ്റ് റേഞ്ചിൽ ഇന്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഓപ്ഷനുള്ളൂ. ഇന്റൽ i3-12100F പ്രോസസർ, 4 കോഴ്സ് ആൻഡ് 8 ത്രെഡ്സ്, 8,000 പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന നല്ലൊരു എൻട്രി ലെവൽ പ്രോസസർ ആണ്. മദർബോർഡ് നമ്മൾ ബേസ് മോഡൽ അല്ലെങ്കിൽ ബേസിക് ചിപ്സെറ്റ് ആയ H610 മോഡലാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇതിൽ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സോ ഹെവി ആയിട്ടുള്ള പ്രോസസേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അറൌണ്ട് 7,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു മദർബോർഡാണ് MSIയുടെ Pro H610ME DDR5 വേർഷൻ. റാം ഓഫ് കോഴ്സ് കോസൈന്റെ ട്രസ്റ്റഡ് കോസൈ വെഞ്ചൻസ് 16GB 5200 MHz DDR5 റാം. WDD ആണ് SSD 500GB SN580 Gen 4 SSD. പവർ സപ്ലൈ ഡീപ് കൂൾഡ് ആണ്. PK550 വാട്ട്സിന്റെ ഒരു 80+ ബ്രോൺസ് റേറ്റഡ് PSU ആൻഡ് ക്യാബിനറ്റ് ഈ കാണുന്നത് ആന്റി സ്പോർട്സിന്റെ 211 എയർ ബ്ലാക്ക് മോഡൽ ആണ്. ആൻഡ് ഫൈനലി ഗ്രാഫിക്സ് കാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഒരു യൂസ്ഡ് GPU ആണ്. Inno3D ബ്രാൻഡിന്റെ GTX 1660 സൂപ്പർ GPU 6GB VRAM ഉള്ളത്. ഈ ഒരു സ്പെക് ആൻഡ് ഈ റിക്വയർമെന്റിന് ഇനഫ് ആയിട്ടുള്ള GPU ആൻഡ് CPU കോമ്പിനേഷൻ ആണ് ഇത്. സോ അതായിരുന്നു ബേസിക് സ്പെക്സ് നമ്മൾ ഈ PC-യിൽ യൂസ് ചെയ്തത്. ആൻഡ് ബെഞ്ച് മാർക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പെർഫോമൻസിന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. ബേസിക് ആയിട്ടുള്ള സിന്തറ്റിക് ബെഞ്ച് മാർക്സിന്റെ റിസൾട്ട്സ് ആണ് ഈ കാണുന്നത്. കൂടുതലും കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടിയാണ് PC പറഞ്ഞേക്കുന്നത്. സോ അതുകൊണ്ട് അധികം ബെഞ്ച് മാർക്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഹെവി ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. സ്കോർസും കാര്യങ്ങളും നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാം. മെയിൻലി ഗെയിമിംഗ് ആയതുകൊണ്ട് നമുക്ക് ഗെയിമിംഗ് ബെഞ്ച് മാർക്സിലോട്ട് പോകാം. സോ മോസ്റ്റ്ലി സ്റ്റോറി ബേസ്ഡ് ഗെയിംസ് ലൈക്ക് ഹെവി ആയിട്ടുള്ള FPS കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത്യാവശ്യം പ്ലേയബിൾ ആയിട്ടുള്ള FPS കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. മോസ്റ്റ് ഗെയിംസ് വിൽ ബി പ്ലേയബിൾ. ഐ മീൻ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈലി ഗ്രാഫിക്കൽ ഡിമാൻഡിങ് ഗെയിംസ് അല്ല. RDR2 സൈബർപങ്ക് പോലത്തെ ഗെയിംസ് ആണെങ്കിലും ഒരു മീഡിയം സെറ്റിംഗ്സിലൊക്കെ ഈസിലി പ്ലേയബിൾ ആണ്. നിങ്ങളൊരു ബഡ്ജറ്റ് PC ആണ് നോക്കുന്നത്, ലൈക്ക് നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഗെയിമിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, കാഷ്വൽ ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നത്, കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്പെക് ആണ്. ബിക്കോസ് DDR5 ആണ് നമ്മൾ പ്ലാറ്റ്ഫോം ഇവിടെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ്സ് നോക്കാം. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്യൂച്ചർ നിങ്ങൾ അപ്ഗ്രേഡബിലിറ്റി നോക്കുന്നുണ്ടെങ്കിൽ B760 DDR5 ബോർഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. H610 ബോർഡ് ഒരു ഈ ലെവലിൽ ഓക്കെയാണ്. i3 ഓക്കെയാണ്. സോ എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. 40,000 to 42,000 പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്നൊരു ബേസിക് എൻട്രി ലെവൽ ഒരു കാഷ്വൽ ഗെയിമിംഗ് PC. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് PC ബിൽസ് ഓർ PC കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ യു നോ വെയർ ടു കോൺടാക്ട് മീ. ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.